കോഴിക്കോട് വിലങ്ങാട് ആദിവാസി യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ കസ്റ്റഡിയിലെടുത്ത സുഹൃത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മരിച്ച സോണിയയ്ക്കൊപ്പം താമസിച്ചിരുന്ന വിലങ്ങാട് സ്വദേശി വാസുവിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. വിലങ്ങാട് പുഴക്കരികിലെ പാറക്കെട്ടുകൾക്കിടയിൽ ഇന്നലെയാണ് സോണിയുടെ മൃതദേഹം കണ്ടെത്തിയത്. അഭിജിത്ത് മുഴക്കുന്നു ചേർന്നു. അഭിജിത്ത്, ഇന്നലെ തന്നെ ഈ മരണത്തിലൊരു ദുരൂഹതയ്ക്ക് ആരോപിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ആ ദുരൂഹതയ്ക്ക് കുറച്ചുകൂടി ബലം നൽകുകയല്ലേ? ഈ അറസ്റ്റിലേക്ക് രേഖപ്പെടുത്താനുണ്ടായ സാഹചര്യം എന്താണ്? സുഹൈൽ വയനാട് സ്വദേശിയാണ് മരിച്ച സോണിയ. ബന്ധുവിന്റെ വീട്ടിൽ താമസിക്കുന്നതിനായാണ് ഇവർ കോഴിക്കോടേക്ക് എത്തുന്നത്, കോഴിക്കോട് വിലങ്ങാട് കോളനിയിലേക്ക് എത്തുന്നത്. ഇവിടെ ഈ കസ്റ്റഡിയിലെടുത്ത അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ വാസുവും ഈ സോണിയും തമ്മിൽ പരിചയമുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം രാത്രി ഈ വിലങ്ങാട് പുഴക്കരികിലെ പാറക്കെട്ടിന് സമീപത്ത് വെച്ച് ചില വാക്കുതർക്കങ്ങൾ സോണിയയും വാസുവും തമ്മിൽ ഉണ്ടാകുന്നു. ഇതിനെ തുടർന്ന് സോണിയ താഴേക്ക്, ഈ പാറക്കെട്ടിന്റെ താഴേക്ക് പതിക്കുന്നു. അങ്ങനെയാണ് സോണിയ മരിച്ചത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം. അതായത് ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കത്തിനിടെ ചില കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും തുടർന്ന് സോണിയ താഴേക്ക് വീണ് മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഈ വാസുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ കഴിഞ്ഞ ദിവസം ഈ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ നടത്തിയ പരിശോധനയ്ക്കൊടുവിൽ സോണിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ആദ്യഘട്ടത്തിൽ തന്നെ ചില ദുരൂഹതകൾ നാട്ടുകാരും പോലീസും ഉന്നയിച്ചിരുന്നു. കാരണം ശരീരത്തിലാകെ മുറിവുകൾ ഉണ്ടായിരുന്നു. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനൊടുവിലാണ് തലയ്ക്കേറ്റ ക്ഷതമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളൊരു വിവരത്തിലേക്ക്, അങ്ങനെയുള്ള ഒരു അനുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. പിന്നീട് ഈ വാസുവിലേക്ക് സംശയം നീണ്ടു. പക്ഷേ അപ്പോഴേക്കും വാസു ഈ വിലങ്ങാട് നിന്ന് രക്ഷപ്പെട്ടിരുന്നു. അയാൾ മുതുകാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോയത്. തുടർന്ന് കുറ്റ്യാടി പോലീസിന്റെ അന്വേഷണത്തിനൊടുവിൽ ഇന്ന് രാവിലെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ചോദ്യം ചെയ്യലിൽ ഇയാൾ ഈ സംഭവങ്ങളൊക്കെ തന്നെ പോലീസിനോട് തുറന്നു പറയുകയായിരുന്നു. ഏതായാലും ഇയാളുടെ അറസ്റ്റ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്നതിനായി കൊണ്ടുപോവുകയും ചെയ്യും. സുഹൈൽ, ശരി. അഭിജിത്ത് മുഴക്കുന്നാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.